إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും ജീവിതത്തിൽ യഥാവിധി പകർത്തിയും പാലിച്ചും അല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമകളിൽ പെടാൻ പരമാവധി ശ്രദ്ധിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ എന്ന പുണ്യമാസം അതിന്റെ പാതിയിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. ഓരോരുത്തരും അവരാൽ കഴിയുന്ന ഇബാദത്തുകളിലും ആരാധനകളിലുമെല്ലാം കഴിവിന്റെ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് മുന്നേറുകയാണല്ലോ. ഞാനും നിങ്ങളുമെല്ലാം കഴിഞ്ഞ 2 ആഴ്ചകളിൽ പരിശുദ്ധ റമദാനിനെ മുൻനിർത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും ഒരുപാട് ആളുകൾക്ക് റമദാൻ എത്തിയിട്ടില്ല എന്ന നിലക്ക് ഒരുപാട് ആളുകൾ ഈ പരിശുദ്ധ റമദാനിന്റെ സാന്നിധ്യത്തെ അവരുടെ ഭൗതികമായ ആവശ്യങ്ങൾക്കും അതല്ലെങ്കിൽ ആ പരിശുദ്ധ റമദാൻ വന്നെത്തിയിട്ട് അതിനെ ബോധപൂർവം തന്നെ ശ്രദ്ധിക്കാത്ത വിധം പഴയതുപോലെ തന്നെ ജീവിച്ചു തീർക്കുന്നവരുമുണ്ട്. ആ ആളുകളെയൊക്കെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഒരുപക്ഷെ നമ്മളുടെ അവസാനത്തെ റമദാൻ മാസമായിരിക്കാം ഈ വർഷത്തെ റമദാൻ മാസം. അല്ലാഹു ആ പരിപാവനമായ മാസത്തിൽ ഇബാദത്തുകൾ നിർവഹിക്കുന്ന
അങ്ങനെ അവസാനകാലം റയ്യാനിലൂടെ കടന്നുപോകുന്ന സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ആരുടെയൊക്കെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുന്നുവോ അവരാണ് മുത്തഖീങ്ങൾ. ആരുടെയൊക്കെ അമലുകൾ അല്ലാഹു സ്വീകരിക്കണമോ അവർ തഖ്വയോടുകൂടി അത് നിർവഹിക്കൽ നിർബന്ധമാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, നിശ്ചയമായും അല്ലാഹു സ്വീകരിക്കുക മുത്തഖീങ്ങളിൽ നിന്നാണ് എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആരാധ്യനായിട്ട് പ്രഖ്യാപിക്കുന്നവരാണ് മുത്തഖീങ്ങൾ. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഗൈബിയായ കാര്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മളുടെ ഭാവിയെക്കുറിച്ച്, വരുന്ന ദിനങ്ങളെക്കുറിച്ച്, നമ്മളുടെ മരണത്തെക്കുറിച്ച്, നമ്മളുടെ പരലോകത്തെക്കുറിച്ച്, ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് മുൻപേ അറിയാനുള്ള ശേഷി ഏതെങ്കിലും ആളുകൾക്കോ വ്യക്തികൾക്കോ നക്ഷത്രങ്ങൾക്കോ രാശികൾക്കോ കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അതാണ് നമ്മുടെ യഥാർത്ഥ ആദർശം. തൗഹീദ് എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാഹുവല്ലാത്തൊരാളോടും വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റാത്ത, അല്ലാഹുവല്ലാത്തൊരാളെയും ഭയപ്പെടാത്ത വിശ്വാസം, അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കും ഒരു ഇബാദത്തും മറ്റൊരാളുടെയും തൃപ്തിക്ക് വേണ്ടി ചെയ്യില്ല എന്ന വിശ്വാസം. ആ അചഞ്ചലമായ വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ നമ്മെ ഇതര മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ കാതലായി അത് ശ്രദ്ധിക്കണമെന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൻ തുമ്പിലൂടെ അല്ലാഹു പഠിപ്പിച്ചു, കുല്ലാ അംലികു ലിനഫ്സി നഫഅൻ വലാ വറൻ ഇല്ലാ മാ ഷാ അല്ലാഹ്. എനിക്ക് ഗൈബിയായ കാര്യങ്ങൾ അറിയുമായിരുന്നെങ്കിൽ, റസൂൽ പറയാൻ, എനിക്ക് നാളെ എന്താണ് സംഭവിക്കുക എന്നറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും അല്ലാഹുവിന്റെ റസൂലിന് വമാ മസ്സനി യസ്സൂ, അല്ലാഹുവിന്റെ റസൂലിന് പ്രയാസങ്ങൾ സംഭവിക്കുമായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഓർമ്മയില്ലേ? സ്വന്തം നാട്ടുകാർ അദ്ദേഹത്തെ പീഡിപ്പിച്ചപ്പോൾ അദ്ദേഹം ത്വായിഫിലേക്കാണ് ആദ്യം പോകുന്നത്. തന്റെ ഉമ്മയുടെ നാട്ടിൽ, ഉമ്മാന്റെ ചങ്ങാതി, ഉമ്മാന്റെ സഹോദരങ്ങൾ ഉണ്ടാകുന്ന നാട്ടിൽ. ആ ത്വായിഫിലേക്ക് പ്രവേശിച്ച നബിയെ ത്വായിഫുകാർ ആക്രമിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാമായിരുന്നെങ്കിൽ പ്രവാചകൻ ത്വായിഫിലേക്ക് പോകുമായിരുന്നില്ല. ഉഹുദിന്റെ ഭൂമിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് നഷ്ടപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു സ്ത്രീ വിഷം കലർത്തിയ ഭക്ഷണം കൊടുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ ദൂതന്മാരായി അയച്ച നിരവധി സഹാബികളെ അവർ ചതിച്ചു കൊന്നു ശത്രുക്കൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുറാഅുകളായ 10ഓളം ഹാഫിളുകളായ ആളുകളെ അവർ കൊന്നു. അന്ന് ആസിം റളിയല്ലാഹു അൻഹു ആണ് ആ സംഘത്തിൽ നിന്ന് പടച്ചോനെ അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ ഓരോരുത്തരെയും ഇവർ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ ആളായ ആസിം റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ ഈ വിവരമൊന്ന് റസൂലിനെ അറിയിക്കണം. സുബ്ഹാനല്ലാഹ്. വെറുതെ ആവേശത്തിൽ പറയല്ല, ഓരോരുത്തരെയും കൊന്നു അവസാനം ആസിമിന് മനസ്സിലായി അടുത്തത് ഞാനാണ്. ആസിമ് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ നിന്റെ റസൂലിനെ ഈ വിവരമൊന്ന് അറിയിക്കണം, ഞങ്ങൾ അവർ ചതിച്ചു കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ ആള് ഞാനാണ്. എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ? പ്രവാചകനൊരു പ്രവാചകനായി ജീവിക്കണം. അവിടെ സാധാരണക്കാരനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദൂതന്മാരായിട്ട് നിരവധി ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഘത്തിന്റെ തലവനാണ്. പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിൽ ആയാത്തുകൾ സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാലമാണ്. പക്ഷെ റസൂലുള്ള അയച്ചിരിക്കുന്ന ആ 10 പേരെ ഖുറാഅുകളെ അവരിങ്ങനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് റസൂലുള്ള കള്ള അറിയിച്ചു കൊടുത്തിട്ടല്ലാതെ പ്രവാചകന് അറിയാനുള്ളൊരു കഴിവും ഇല്ല എന്ന് ഈ ചരിത്രം നമുക്ക് പഠിപ്പിക്കാം. റസൂലുള്ളാഹിനെ ചെറുതാക്കുന്ന ഖുതുബല്ലട്ടത്.
നമ്മളൊക്കെ ആദരവ് അതിന് കവിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട റസൂലാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആയിരക്കണക്കിന് ദിനേന സ്വലാത്ത് ചൊല്ലുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ അതേ പ്രവാചകനെ ആദരിച്ച് അതിഥി കവിഞ്ഞ അവസാനം അള്ളാനെ പോലെ അള്ളാന്റെ റസൂലിനെ വരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നിടത്തേക്ക് നമ്മുടെ സമുദായം വഴിതെറ്റിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. ഇല്ല, ഞങ്ങൾ അള്ളാനെ മാത്രമാണ് വിളിക്കുന്നത് എന്നവർ ന്യായീകരിച്ചാലും പ്രിയപ്പെട്ടവരെ പലപ്പോഴും പ്രവാചകനിൽ നിന്ന് ശുപാർശകരായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം തേടുന്നവരായി അള്ളാന്റെ റസൂലിന്റെ സമുദായം മാറുകയാണ്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഉദ്ദേശിച്ചു കൊടുത്താലല്ലാതെ, അള്ളാഹു പകർത്ത് നൽകിയാലല്ലാതെ, അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേനയുള്ള അറിയിപ്പുകൾ കൊടുക്കാതെ പ്രവാചകന് സ്വതസിദ്ധമായിട്ട് അദൃശ്യകാര്യങ്ങൾ അറിയാനുള്ള കഴിവ് ഇല്ല എന്നും കൂടി വിശ്വസിക്കൽ ഒരു മുഅ്മിന്റെ ബാധ്യതയാണ്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ വിശ്വാസം ദൃഢപ്പെടുത്തുന്നത്. കാരണം അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്വലാത്ത്, അവർ നമസ്കാരത്തിന് ഇഖാമത്തുള്ളവരാണ്. വയുഅതൂന സകാത്ത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് അല്ലാഹു നൽകുന്നതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരുമാണ് അവർ. നമ്മളൊക്കെ കരുതിയത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിലെ നിരവധി ആയത്തുകളിലൂടെ പഠിപ്പിച്ചതായില്ല. നമ്മളുടെ കൈകളിലുള്ള പണം മുഴുവനും നമ്മളുടേതാണെന്നാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസവും തെറ്റാണ്. റസൂലുള്ളാഹിക്ക് നമ്മൾ വിളിച്ചു പറഞ്ഞാൽ കേൾക്കുമെന്ന വിശ്വാസം, പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന വിശ്വാസം, ആ വിശ്വാസവും തെറ്റാണ്. നമ്മളുടെ കൈകളിലുള്ള സമ്പാദ്യത്തിൽ ഒരു നിശ്ചിത ഭാഗം നമ്മളുടേതല്ല എന്ന് വിശ്വാസം പഠിപ്പിക്കുന്നത് അതിൻ്റെയൊപ്പമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്നത്. വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله. ഈ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാത്ത ആളുകളെ പറ്റി അള്ളാഹ് പറഞ്ഞത് എന്താണെന്നറിയുമോ? സ്വർണവും വെള്ളിയും ഒരുമിച്ച് കൂട്ടുന്നവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാത്തവർ, അവർക്ക് ഫബശ്ശിർഹും, അവർക്ക് സന്തോഷ വാർത്ത കൊടുക്കുന്നവർ. എന്തിന്റെ സന്തോഷ വാർത്ത? ബിഅദാബിൻ അലീം, കഠിനമായ ശിക്ഷയുടെ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കണം. അള്ളാഹുവിന്റെ ഒരു മക്കാറും കൂടി, ഒരു പരിഹാസവും കൂടി, ആക്ഷേപവും കൂടി വെച്ചിട്ടാണ് ആ ആയത്ത് അവസാനിക്കുന്നത്. നമുക്ക് നല്ല പണി കിട്ടും കേട്ടോ, നിങ്ങൾ സന്തോഷിച്ചോളി. ആ സന്തോഷ വാർത്ത അവർക്ക് അറിയിച്ചു കൊടുക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതികഠിനമായ ശിക്ഷയായിരിക്കും ഈ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന പണവും സമ്പാദ്യവും മറ്റുള്ള ആളുകൾക്ക് നൽകിയിട്ടില്ലെങ്കിൽ എന്നാണ് ആ ആയത്തിൽ നിന്ന് വിശദീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാനിൽ നമ്മൾ ചിന്തിച്ചു നോക്ക്. നമ്മളുടെ എല്ലാവരുടെയും ഓർമ്മകൾ ഇന്നിന്റെ ദിവസങ്ങളിൽ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയാ വേണ്ടത്. പരിശുദ്ധ റമളാൻ യൗമുൽ ഫുർഖാൻ എന്ന് പറഞ്ഞൊരു ദിനമുണ്ട്, നമ്മളെല്ലാവരും അറിയും. യൗമുൽ ഫുർഖാൻ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമാ അൻസൽനാ അലാ അബ്ദിനാ യൗമൽ ഫുർഖാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ ഒരു ദിനം ഹക്കും ബാത്തിലും വേർപ്പെട്ട ദിനം, സത്യവും അസത്യവും വേർതിരിച്ച ദിനം, മുസ്ലിങ്ങളും ശത്രുക്കളും ആരാണെന്ന് ജനം തിരിച്ചറിഞ്ഞ ദിനം. ആ ദിനമാണ് യൗമുൽ ഫുർഖാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പ്രത്യേകം പരിചയപ്പെടുത്തി. നമുക്കറിയാം ബദർ നടന്ന ദിവസം, അതാണ് യൗമുൽ ഫുർഖാൻ. ഇന്നും ബദറിന്റെ രണഭൂമിയിൽ ഉംറയിലോ ഹജ്ജിലോ പോയ ആളുകൾക്കറിയാം, അവിടെ ബദറിൽ പങ്കെടുത്ത് ബദറിന്റെ അന്ന് മരണപ്പെട്ട 14 പേരുടെ പേരുണ്ട് അവിടെ. സുബ്ഹാനല്ലാഹ്, ഒരൽപ്പം ആത്മാർത്ഥമായിട്ട് ആ പേരുകൾ വായിക്കുന്നവർ അവിടെ നിന്ന് കരഞ്ഞിട്ടല്ലാതെ തിരിച്ചു വരില്ല. നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ നൂറുകണക്കിന് സഹാബാക്കളുണ്ട്, അല്ലേ? നിരവധി ആളുകൾ, അബൂബക്കർ സിദ്ദീഖിനെ പോലെ, ഉമറുൽ ഖത്താബിനെ പോലെ, അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ പോലെ, മുസ്അബ് ബിൻ ഉമൈറിനെ പോലെ, സഅദ് ബിൻ മുആദിനെ പോലെ, മുആദ് ബിൻ ജബലിനെ പോലെ നിരവധി ആളുകൾ, പേരുകേട്ട പ്രശസ്തരായ ആളുകളുടെ പേരുകളാണ് നമ്മുടെ മനസ്സിലൊക്കെയുള്ളൂ. അവർക്കെല്ലാവർക്കും വേണ്ടി പറയാൻ മാത്രമുള്ള ചരിത്രവും അവർ രചിച്ചിട്ടാണ് കടന്നുപോയത്. എന്നാൽ ബദറിന്റെ അന്ന് 313 ആളുകളിൽ ബദറിൽ മരിക്കപ്പെട്ട 14 പേർ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആദ്യത്തെ യുദ്ധമാണ്. അവർ പ്രസിദ്ധരായിട്ടില്ല, അവരുടെ പേരിൽ ചരിത്രങ്ങൾ ഉണ്ടായിട്ടില്ല. അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അള്ളാഹുവിന്റെ റസൂലിനെയും സംഘത്തെയും ഒരു വിഭാഗം ഉന്മൂലനം ചെയ്യാൻ തീരുമാനിക്കുക.
ആദ്യത്തെ പ്രഥമ യുദ്ധത്തിൽ പങ്കെടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ആദ്യമായി വിശ്വസിച്ച കുറച്ചാളുകളിലെ ചില ആളുകൾ തുടക്കത്തിൽ തന്നെ മരണപ്പെട്ടു. അവരുടെ പേര് നമ്മൾ ആരും പഠിച്ചിട്ടില്ല. എന്തുകൊണ്ടാ? അവരൊരുപാട് കാലം ജീവിച്ചിട്ട് ഒരു ചരിത്രം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ആ കൂട്ടത്തിൽ ഒരു വാപ്പാന്റെ 3 മക്കൾ, സുബ്ഹാനല്ലാഹ്, 3 ആൺകുട്ടികൾ. ഇനി അവിടുന്ന് അങ്ങോട്ട് ബാക്കി ബദറിൽ പങ്കെടുത്ത ആളുകളൊക്കെയും ഉഹുദിൽ പങ്കെടുത്തവരാണ്. അതിനുശേഷം അതിൽ ചിലർ അടുത്ത യുദ്ധത്തിൽ പങ്കെടുത്തവരാണ്. അങ്ങനെ ശേഷകാലത്താണ് പ്രിയപ്പെട്ടവരെ ഓരോരുത്തരും മരണപ്പെട്ടു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് ബദറിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ടായിരുന്ന പടയാളികളുടെ എണ്ണം നമുക്കറിയാം. നമ്മളുടെ കയ്യിൽ എന്തൊക്കെ ആയുധമുണ്ടെന്ന് നമുക്കറിയാം. നിങ്ങൾക്കറിയുമോ? 313 ആളുകൾ എന്നാണ് ചരിത്രം പറയുന്നത്. വളരെ തുച്ഛമായ ആളുകൾ. ഒരു യുദ്ധഭൂമിയിൽ നിരന്നാൽ വളരെ കുറച്ച് ആളുകൾ. എന്നാൽ എതിരാളികളോ? അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, അവർ എത്ര പേരുണ്ട്? സഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്നൊരാൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ 9 ഒട്ടകങ്ങൾ അറുത്തിട്ട് അവർ ഭക്ഷണം കഴിച്ചത്. റസൂൽ കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു, എങ്കിൽ 1000-ഓളം ഉണ്ടാകും. ഒട്ടകത്തിന്റെ എണ്ണം നോക്കിയിട്ടാ പറയുന്നത്. ഒരൊട്ടകം 100 ചില്ലാനം ആളുകൾ തിന്നുമെന്ന അന്ന് അറബുകളുടെ കണക്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എങ്കിൽ അവർ 1000-ൽ ഉണ്ടാകും. ആ ആളുകളെയാണ് നേരിടാൻ പോകുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു സഹാബാക്കളോട്, സഹാബത്തെ, എതിരാളികൾ 1000-ഓളം ഉണ്ട്, 900-ന് മുകളിലുണ്ട്. എന്ത് ചെയ്യണം? ഏറ്റുമുട്ടണമോ അതൊക്കെ മടങ്ങിപ്പോകണമോ? അന്നാണ് 30-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച് 35-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോയ സഅദ് ഇബ്നു മുആദിന്റെ ഒരു ഡയലോഗുണ്ട്. സഅദ് ഇബ്നു മുആദ് 5 കൊല്ലമാ മുസ്ലിമായിട്ട് ജീവിച്ചത്. 5 കൊല്ലം ജീവിച്ച് 6-ാമത്തെ വർഷം സഅദ് മരണപ്പെടുക. ആ സഅദിന്റെ ഒരു മറുപടി ഉണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, മുന്നോട്ട് ഗമിക്കുക. നമ്മൾ ഇസ്ലാമിന്റെ ആളുകളാണ്. അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അചഞ്ചലമായ ഒരു വിശ്വാസമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആയുധം. എന്നിട്ട് സഅദ് പറഞ്ഞു, അല്ലയോ റസൂലേ, നിങ്ങൾക്ക് പരിച പോലെ സഅദ് ഉണ്ടാകും. സഅദിന്റെ കണ്ടത്തിൽ നിന്ന്, കഴുത്തിൽ നിന്ന് തലതെറിച്ചാലും, സഅദിന്റെ ശരീരത്തിൽ നിന്ന് മാംസകഷ്ണങ്ങൾ കഴുകന്മാർ കൊത്തിയിട്ട് പറക്കാൻ തുടങ്ങിയാൽ, അള്ളാഹുവിന്റെ റസൂലേ, നിങ്ങൾ എന്റെ വീട്ടിൽ പോകണം, എന്റെ മക്കളും കുടുംബവും നിങ്ങൾക്ക് കാവലിരിക്കും എന്നതല്ലാതെ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല സഅദ് ഇബ്നു മുആദ് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവർ പുറപ്പെടുന്നത്. ആകെയുള്ള വിശ്വാസം എന്താ? ആകാശലോകത്തെ അധിപനായ റബ്ബ് എന്തെങ്കിലും വഴി കാണിച്ചു തരും. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും സംഘത്തെയും രക്ഷിച്ച റബ്ബ് എന്തെങ്കിലും വഴി തരും. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ രക്ഷിച്ച റബ്ബ് എന്തെങ്കിലും വഴി തരും. യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കടലിൽ നിന്ന് രക്ഷിച്ച റബ്ബ് വഴി കാണിക്കുക തന്നെ ചെയ്യും. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷിച്ച റബ്ബ്, ആ റബ്ബ് ഇന്നുണ്ട്. ആ റബ്ബ് സഹായിക്കുമെന്നുള്ള അചഞ്ചലമായ വിശ്വാസമായിരുന്നു അവരുടെ വിശ്വാസം. അങ്ങനെ യുദ്ധമുഖത്ത് അവർ പോരാടുകയാണ്. അന്ന് പ്രിയപ്പെട്ടവരെ, നമ്മളുടെ സ്ഥിതി വളരെ മോശമാണ്. ഒരുപാട് ദുർബലരായ ആളുകളായിരുന്നു. എന്നിട്ടും ബദറിൽ നമ്മൾ വിജയിച്ചു. കഴിവ് കൊണ്ടായിരുന്നില്ല, ആൾബലം കൊണ്ടായിരുന്നില്ല, യുദ്ധത്തിന്റെ ടെക്നോളജി കൊണ്ടായിരുന്നില്ല. ഇന്നത്തെ പോലെ വാൾത്തലപ്പും പീരങ്കികളും AK-47 ടാങ്കറുകളും ശബ്ദിച്ചത് കൊണ്ടായിരുന്നില്ല. അവിടെ ശബ്ദിച്ചിരുന്ന ഒരു കാഹളമുണ്ടായിരുന്നു. അവിടെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തക്ബീർ ധ്വനിയുണ്ടായിരുന്നു. ആ തക്ബീറായിരുന്നു അവരുടെ ഏറ്റവും വലിയ ഉദാത്തമായ ആയുധമായിട്ട് അവർ ഉപയോഗിച്ചത്. അതോടൊപ്പം ഒരുക്കമായിരുന്നു. എന്തൊരുക്കം? വാൾത്തലപ്പിന് മൂർച്ച കൂട്ടിയിട്ടല്ല, തലേ ദിവസം അവർ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾക്കൊക്കെയും ഇല്ലാത്തൊരു സാധനം. ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധി വരുമ്പോഴും പ്രാർത്ഥനയാണ് ആദ്യം വേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ഇല്ല പ്രിയപ്പെട്ടവരെ, അവസാനത്തിലാണ് നമ്മൾ അള്ളാഹനെ വിളിക്കുക. അവസാനത്തിലാ ഡോക്ടർമാർ പോലും അള്ളാഹിനെ പറ്റി പറഞ്ഞു തരിക. ഡോക്ടർമാർ പറഞ്ഞാലാ പല മുസ്ലിങ്ങളും അള്ളാഹിനെ വിളിക്കാറുള്ളത്. ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, ഞങ്ങൾ വേറെ കഷ്ടപ്പെട്ടു, അമേരിക്കയിൽ നിന്ന് മെഡിസിൻ കൊണ്ടുവന്നു, ഇനി ഒരു രക്ഷയുമില്ല, ഇനി നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കും. അവര് പറയുമ്പോഴാ ആ റബ്ബിനെ നമുക്ക് മനസ്സിലാവുക. അവര് പറയുമ്പോഴാ ഇനി ഒരു രക്ഷയില്ല, ഇനി എന്താ ചെയ്യുക? ഒന്നുമില്ല. പണം കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നെങ്കിൽ എന്റെ വാപ്പനെ ഞാൻ രക്ഷപ്പെടുത്തുമായിരുന്നു എന്നൊരു ധനാഢ്യം പറഞ്ഞില്ലേ? അതേപോലെ നമ്മൾ ചിന്തിക്കും, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകായിരുന്നു, പക്ഷെ ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ, ഇനി ഒന്നും ചെയ്യാനില്ല, പ്രാർത്ഥിച്ചോളി. അപ്പോഴാണ് നമ്മൾ തീരുമാനിക്കുക, കുടുംബം കൂടിയിട്ട് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, പ്രാർത്ഥിക്കാം. മെസ്സേജുകൾ തുരതുര വിടാൻ തുടങ്ങും. അപ്പോഴാണ്
അപ്പോഴേ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. എല്ലാം വിട്ടാൽ അല്ലേ, ഭൗതികമായതൊന്നും ചെയ്യണ്ടെന്നല്ല എന്റെ വാക്കിന്റെ അർത്ഥം. മറിച്ച് അള്ളാഹനെ മറന്നുപോവുകയാണ് നമ്മൾ. ഏതൊരു പ്രതിസന്ധിയിലും പ്രിയപ്പെട്ടവരെ അള്ളാഹനെ മറന്നുപോവുകയാണ്. പരീക്ഷയിൽ പഠിച്ച് ജയിക്കണമെന്ന് പ്രാർത്ഥിക്കേണ്ട വിദ്യാർത്ഥി പരീക്ഷയിൽ പഠിച്ചു കഴിഞ്ഞാൽ മിസ്സാകാൻ സാധ്യതയുള്ളത് കോപ്പി അടിക്കാൻ അവൻ ആദ്യം തീരുമാനിക്കുക. അവസാനത്തിൽ കോപ്പിയും പിടിച്ചാലാണ് പടച്ചോനെ എന്നെ കാക്കണേ നോലും പ്രാർത്ഥിക്കാറുള്ളത്. അവസാനത്തിൽ റബ്ബിന് ഓർമ്മ. കച്ചവടത്തിലല്ല തരികിടയും കളിക്കും കച്ചവടക്കാരൻ. അതെ, പഴയ സാധനം പുതിയതാക്കി വിൽക്കും, വില മാറ്റി വിൽക്കും. വന്നുകൊണ്ടിരിക്കുന്ന കസ്റ്റമറുടെ കുപ്പായം നോക്കി സാധനത്തിന് വില മാറ്റും. ഈ എല്ലാ തന്ത്രവും പ്രയോഗിച്ചതിന് ശേഷവും അവന്റെ ക്യാഷ് കൗണ്ടറിൽ ഉദ്ദേശിച്ചതായിട്ടില്ലെങ്കിലാണ് പടച്ചോനെ എന്താ ചെയ്യാന്നോ പ്രാർത്ഥിക്കുക. അല്ലേ, അലിച്ചു നമ്മുടെ എല്ലാവരുടെ സ്ഥിതി അതാണ്. അള്ളാഹനെ അവസാനമായിട്ട് വിളിക്കണം. എന്നിട്ട് പടച്ചോൻ എന്ത് ചെയ്യണം? ഓനെ രക്ഷപ്പെടുത്തേം വേണം. ഓനെ പടച്ചോൻ രക്ഷപ്പെടുത്താതെ അവനെ നിർത്തിയാലോ ഓൻ റബ്ബിനെ വിട്ടു. മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് ഒരു വിഭാഗം അള്ളാഹനെ ഒരു ഓരത്ത് പിടിച്ച് ആരാധിക്കുന്ന ഒരു വിഭാഗമുണ്ടെന്ന് ഖുർആൻ. മുസ്ലിങ്ങളാണെന്ന് വെച്ചാൽ മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളല്ലേന്ന് വെച്ചാലോ ഒരു ആചാരവും നടപടിക്രമവും നോക്കിയാൽ മുസ്ലിങ്ങളല്ല. പേര് നോക്കിയാൽ മുസ്ലിമാണ്, കോലം നോക്കിയാൽ മുസ്ലിമല്ല. ചില ആളുകളെ നോക്കിയാൽ അള്ളാഹ് എന്നോട് ക്ഷമിക്കണല്ലാരും. ചില ആളുകൾ നോക്കിയാൽ പോലും പേര് ചോദിച്ചിട്ട് വേണോ മുസ്ലിമാണോ തിരിച്ചറിയാൻ. ഇങ്ങനൊരു ഗതികേടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനൊരു ഗതികേടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ രൂപം മാത്രമല്ല, നമ്മുടെ സംസ്കാരം പോലും ഈ കഴിഞ്ഞ മാസങ്ങളിൽ വന്ന ലഹരിയുടെ അതിപ്രസരം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഈ പരിശുദ്ധ റമളാനിൽ മെനഞ്ഞാന്ന് പോലും ലഹരിയിൽ കുടുങ്ങിയ രണ്ടാളുകൾ, കുടുങ്ങിയതല്ല ലഹരി കൊണ്ട് പോവാണ്. ഈ ഇന്നലെ പോലൊരു ക്യാമ്പസിൽ ലഹരി പിടിക്കപ്പെട്ടു. മിക്ക പേരുകളും വരുന്നത് ഏതാ? നല്ല തറവാട്ടിപ്പുറന്ന മുസ്ലിം കുട്ടികളുടെ പേരാണ്. ആലോചിച്ചു നോക്കൂ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ വിശ്വാസം എവിടെ എത്തിയിട്ടുണ്ടോ അതനുസരിച്ചാണ് നമ്മളുടെ കർമ്മങ്ങളുടെ ക്വാളിറ്റി പുറത്തേക്ക് വരിക. ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് അല്ലാഹു നൽകിയ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഫഖദ് വജബത് ലക്കുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗം നിർബന്ധമാണ്. ഫഖദ് ഗഫർതു ലക്കും, നിങ്ങളുടെ മുഴുവൻ പാപങ്ങൾ പൊറുക്കുന്നതാണ്. അള്ളാന്റെ റസൂലിനോട് ഒരു സഹാബി ചോദിച്ചിട്ടുണ്ട്, അള്ളാന്റെ റസൂലെ ബദറിൽ പങ്കെടുത്താൽ എനിക്ക് എന്ത് കിട്ടും? കാരക്ക ഇങ്ങനെ ചവച്ചുകൊണ്ട് കാരക്ക തിന്നുകൊണ്ടാ ചോദിക്കുന്നത് ആ സഹാബി. അള്ളാന്റെ റസൂല് പറഞ്ഞ് ഇന്ന് ബദറിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് സ്വർഗമാണ്. കാരക്ക വലിച്ചെറിഞ്ഞിട്ട് ആ സഹാബി ബദറിൽ പോയി പോരാടി എന്നാ ചരിത്രം. ചിന്തിക്കണങ്ങള്, കാരക്ക തിന്ന നമ്മളെ പോലെ ഒന്നോ രണ്ടോ ഇഷ്ടമില്ലാണ്ട് തിന്നല്ല. അവരുടെ പ്രഥമ ഭക്ഷണ കാരക്ക. അവർക്ക് വേറൊന്നുമില്ല. നമ്മളെ പോലെ മന്തിയില്ല, ബിരിയാണിയില്ല, നമ്മളെ പോലെ മറ്റു പൊറോട്ടയില്ല, അങ്ങനെ ഒന്നുമില്ല. അന്നത്തെ അറബികളുടെ നാടന്മാരുടെ പാവപ്പെട്ടവരുടെ ഭക്ഷണം ഭൂമുഖത്ത് മഴ വർഷിപ്പിച്ച് അല്ലാഹു ആ മരുഭൂമിയിൽ വിരിയിച്ചിരിക്കുന്ന ഈന്തപ്പനയിൽ നിന്ന് കിട്ടുന്നതല്ലാത്ത ഒരു ഭക്ഷണം പോലും ഇല്ലാത്തവരവര്. അത് കഴിക്കുമ്പോഴാണ് അവർ പോകുന്നത്. ഹംദല ഓർമ്മയില്ലേ? ഹംദല റളിയല്ലാഹു അൻഹു കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രി തുടങ്ങിയാണ്. ഹണിം എന്താ പറയാ, ഫസ്റ്റ് നൈറ്റ്. അപ്പോഴാ വിളിയാളം വരുന്നത്. റസൂലുള്ളാഹിക്കെതിരെ ശത്രുക്കൾ വരുന്നുണ്ട്, പോണം. പോയില്ലേ? ഹംദല തന്റെ പ്രിയ വധുവിനെ, നവവധുവിനെ, മധുവിധുവിനെ എല്ലാം ഒഴിവാക്കിയിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ അന്ന് കൊടുത്ത വാക്കാണ്, ഭാവിയുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരും. എന്താ ഉണ്ടായത്? ഹംദല മരണം വിരിക്കുക ചെയ്തത്. സുബ്ഹാനല്ലാഹ്. ആർക്ക് സാധിക്കും? ഇതൊന്നും പോണ്ട, നമ്മൾ ആരും യുദ്ധത്തിനൊന്നും പോണ്ട. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലുള്ള ഒരു ദുസ്വഭാവം അത് ഇസ്ലാമിൽ ഇല്ലാത്തതാണെന്ന് കടുപ്പത്തിൽ കേട്ടാൽ പോലും അതൊന്നും മാറ്റാൻ കഴിയാത്തവരാ നമ്മൾ. തുറന്ന ഞാൻ തുറന്നേ പറയുള്ളൂ. നമ്മുടെ ജീവിതത്തിലുള്ള ഒരു വൃത്തികെട്ട സ്വഭാവം, ആളുകൾ അറിഞ്ഞതാവട്ടെ അറിയാത്തതാവട്ടെ, മിമ്പറിൽ നിന്ന് പറയുമ്പോഴെങ്കിലും നമുക്കറിയാലോ അതെന്നെ പറ്റിയാണെന്ന്. അറിയാലോ. മുതലാളിമാരോട് ചിലപ്പോൾ തൊഴിലാളിമാർ പറയില്ല, ഭർത്താക്കന്മാരുടെ ദൂഷ്യം ഭാര്യമാർ പറയില്ല, ഭവ്യത അത്രയാണ്. പക്ഷേ മിമ്പറുകളിൽ നിന്നോ പുസ്തകങ്ങളിൽ നിന്നോ ആയാത്തുകളിൽ നിന്നോ ഹദീസുകളിൽ നിന്നോ കേട്ടാൽ ഇത് എനിക്കുള്ളതാണ്, എന്നോട് കുറെ കൊല്ലായിട്ടുള്ള പറയുന്നുണ്ട്. ഇങ്ങനെ എന്താ ഞാനിത്
നിർത്താത്തത് എന്ന് വിചാരിച്ച് നിർത്താൻ കഴിയാത്തവരുണ്ട്. അമലുകൾക്ക് പ്രതിഫലം കേട്ടിട്ട് സഹാബാക്കളൊക്കെ ചെയ്തത് കണ്ട് നിനക്കറിയോ? പലിശ സാർവത്രികമായാൽ അപകടമാണെന്ന് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലിശ ഒരു കാരണവശാലും ഉണ്ടാകാതിരിക്കാൻ അവർ ജാഗ്രത ചെയ്തു. നമ്മളോ ഏതെങ്കിലും ഒരു ഷെയർ മാർക്കറ്റും അതും ഇതും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയിൻ മാർക്കറ്റ് അല്ലെങ്കിൽ ചെയിൻ ബിസിനസ് ഒക്കെ വരുമ്പോൾ നമുക്കെന്നെ അറിയാതെ അതിലേ ഉണ്ടാവുന്നുള്ളത്. എന്നാലും അത് ഇല്ലാണ്ടാക്കാൻ ഒരു പണ്ഡിതന്റെ ഫത്വ വേണം നമുക്ക്. 0% പലിശ എന്ന് കേട്ടാൽ ഒറ്റപ്പോക്കാണ്. അതിന്റെ ഉള്ളിൽ കൺസീൽഡ് ആണോ ചോദിക്കരുത്. ചോദിച്ചാൽ ആ വണ്ടി വാങ്ങാൻ പറ്റൂല. മുൻഗാമികളൊക്കെ എന്താ ചെയ്തെന്നറിയോ? അവർ ഭയപ്പെട്ടു. അവരുടെ സമ്പാദ്യങ്ങളിൽ ഒരു കാരണവശാലും പലിശയുടെ ഒരു തരിമ്പ് പോലും ഉണ്ടാകരുതെന്നുള്ള ജാഗ്രത അവർക്കുണ്ടായിരുന്നു. ഇമാം അബൂ ഹനീഫ, അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാം, ഇമാം അബൂ ഹനീഫ തന്റെ ചങ്ങാതിയോടൊപ്പം എപ്പോഴും സമയം ചെലവാക്കുന്ന ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു. ആ ചങ്ങാതിയുടെ വീടിന്റെ എറയിൽ ഒരു തണലിൽ പലപ്പോഴായി ഇരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഇമാം അബൂ ഹനീഫക്ക്. നല്ല കണക്ഷനാണ്, നല്ല ഇന്റിമേറ്റ് ഫ്രണ്ട്സാണ്. അപ്പൊ ഒരിക്കൽ ഈ ഫ്രണ്ട് കുറച്ച് പണം കടം വാങ്ങി അബൂ ഹനീഫയോട്. നിശ്ചിത ദിവസം പറഞ്ഞു, ദിവസം കഴിഞ്ഞാൽ തരാം. ആ ദിവസം കൃത്യമായപ്പോ അബൂ ഹനീഫ വരികയാണ്. അബൂ ഹനീഫ ആ സഹോദരന്റെ വീട്ടിൽ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് തണലിൽ നിന്ന് മാറി വെയിലത്ത് മാറി നിന്നു. മുറ്റത്തിന്റെ തണൽ, വീടിന്റെ തണലുണ്ടവിടെ. അബൂ ഹനീഫ നിന്നില്ല, മാറി നിന്നു. കർത്തൻ നീക്കിയിട്ട് വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ കൂട്ടുകാരൻ കാണുന്നത് പതക്കുന്ന വെയിലത്ത് മരുഭൂമിയിലാണ് കഥ. നമ്മുടെ നാട്ടിലല്ല ഇത്. പതക്കുന്ന മണ്ണിലിങ്ങനെ നിൽക്കുകയാണ് അബൂ ഹനീഫ. എന്താ അബൂ ഹനീഫ ഇങ്ങോട്ട് നിൽക്ക്, തണലത്തേക്ക് നിൽക്കുന്നു പറഞ്ഞു. ഇല്ല സഹോദര, ഞാൻ ആ പണം നിങ്ങൾ പറഞ്ഞ ഡേറ്റ് ആണല്ലോ അങ്ങനെ വന്നതാണ്. അബൂ ഹനീഫ ഇവിടെ ഇരിക്കും. ഇല്ല സഹോദര, നിങ്ങൾ എന്നും ഇരിക്കുന്ന തണലല്ലേ ഇത്? നിങ്ങൾ ഒരുപാട് കാലമായി ഇരിക്കുന്ന സ്ഥലമല്ലേ ഇത്? ഇമാം അബൂ ഹനീഫ പറഞ്ഞു, സഹോദര എന്റെ കടമുണ്ട്, നിങ്ങൾക്ക് ഞാൻ കടം തന്നിട്ടുണ്ട്. ആ കടം തരുന്നത് വരെ നിങ്ങളുടെ വീടിന്റെ ഓരത്തുള്ള ഈ തണൽ പോലും ഇരുന്നു കഴിഞ്ഞാൽ അതിന്റെ ബദലാകുമോ എന്ന ലാഭത്തെ പലിശയായിട്ട് ഞാൻ ഭയപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മളെല്ലാം അവസ്ഥ എന്താ? ബാങ്കുള്ളവരാ നമ്മൾ, ബാങ്ക് ബാലൻസ് നോക്കുന്നവരാണ്. ഇന്ന് വരെ ഒരാളും അന്യായമായിട്ടൊരു ഇൻട്രസ്റ്റ് ബൈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു എമൗണ്ട് നോക്കാറില്ല. നോക്കുന്നവർക്ക് അല്ലാഹു പ്രതിഫലം നൽകട്ടെ. പലിശ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ? ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയാണ്, കുഫ്ർ കഴിഞ്ഞാൽ ഈ ഭൂമുഖത്തെ മഹാഭാവങ്ങളിൽ ഏറ്റവും ഭയപ്പെടേണ്ടത് പലിശയാണെന്ന ഇമാം മാലിക് റഹിമഹുല്ലാഹ്. കാരണം എന്താ? രണ്ട് കൂട്ടരോടാണ് അത്ര അല്ലാഹുവും റസൂലും യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത്. ഒന്ന് കുഫ്ർ ചെയ്തവരോടും, ഒന്ന് റിബ പലിശ ചെയ്തവരോടും. അതുകൊണ്ട് കുഫ്ർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാപം. അതുകൊണ്ടാണ് പലിശയുടെ 70 ആളുകളിൽ 70 ബന്ധപ്പെട്ട് കിടക്കുന്ന 70 ആളുകളിൽ 70ാമന്റെ ശിക്ഷ സ്വന്തം മാതാവിനെ വ്യഭിചരിച്ചവന്റെ ശിക്ഷയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വ്യഭിചാരത്തെക്കാളും അറപ്പാകണം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോഴാ പ്രിയപ്പെട്ടവരെ നമ്മൾ മുഅ്മിനുകളാകുക. കാരണം എന്താ? ഈ പലിശന്റെ പ്രത്യേകത ആർക്കും മനസ്സിലാവില്ല. അതൊരു ഉപയോഗിക്കുന്ന ആളെ, സ്വീകരിക്കുന്ന ആളെ പറ്റിയിട്ട് ഒരാൾക്കും മനസ്സിലാവില്ല. ആത്മാർത്ഥതയുള്ള ആളുകൾ വിളിച്ചു ചോദിക്കാറുണ്ട്, എന്റെ കയ്യിൽ പലിശയുണ്ട്, എന്ത് ചെയ്യും? എന്റെ കയ്യിൽ പലിശയുണ്ട്, എന്താക്കണം? ഈ എമൗണ്ടിന്റെ അകത്തേക്ക് പലിശ കയറി വരുന്നു, എങ്ങനെ കൺട്രോൾ ചെയ്യാം? ആത്മാർത്ഥതയോട് ചോദിക്കും. അല്ലെങ്കിൽ ആളുകൾ ആ ഏർപ്പാടിൽ നിന്ന് മാറും. താൻ വിചാരിച്ചതിന്റെ അപ്പുറത്തേക്ക് ഒരു എമൗണ്ട് ഒഴുകി വരുന്നുണ്ടെങ്കിൽ അത് സസൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന മുത്തക്കിങ്ങളുണ്ട്. അല്ലാഹു അവർക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അല്ലാത്ത ആളുകളുടെ അവസ്ഥ എന്താ? യംഹഖുല്ലാഹു റിബാ വയുർബിസ് സദഖാത്ത്. സദഖയെ നിങ്ങൾക്ക് അല്ലാഹു വളർത്തിത്തരും. റിബ നിങ്ങളെ തകർത്ത് തരിപ്പണാക്കി കളയുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കളവായ മാത്രമേ പലിശക്കാരൻ രക്ഷപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സൂക്ഷ്മത പുലർത്തുന്ന വേളയിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സൈഡാണ് ഈ ബദരീങ്ങളായ ആളുകൾ വിജയിക്കാനുള്ള പ്രഥമമായ കാരണം അൽ ആമിലുൽ അവ്വൽ അൽ ഈമാനുൽ ഹഖ്. ഹക്കായ ഈമാനായിരുന്നു അവരുടെ ഈമാൻ. നമ്മുടെ ഈമാനോ? നമ്മുടെ ഈമാൻ മുസ്ലിം സമുദായത്തിൽ പള്ളിയിലെത്തിയത് ഉബൂക്കടുത്ത് നല്ല ഭക്തനായി, ഗാനമെല്ലാം എടുത്തു പോയാൽ ആ പാട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കുന്ന ഭക്തനായി, പുകവലിക്കുന്നവന്റെ അടുത്ത് പോയാൽ ഓനോട് 2 തുമ്പെങ്കിലും വാങ്ങിയിട്ട് വലിക്കുന്ന ഭക്തനായി, എല്ലാത്തിനോടും ചേരുന്ന ഒരു സാധനമായിട്ട് നമ്മൾ മാറുന്നു.
അല്ലേ? മഹാനായ പണ്ഡിതൻ ഉമർ മൗലവി തന്റെ ഓർമ്മകളുടെ തീരത്ത് എഴുതുന്നുണ്ട്, അവസാന കാലമെത്തിയാൽ തൗഹീദുള്ള ആൾ, നമ്മളെ കൂടെ ജീവിച്ച ആളെ എഴുതിയതാണ്, തൗഹീദുള്ളവർ വളർന്നു വലുതായി പടർന്നു പന്തലിക്കും. പക്ഷെ അവര് സമൂഹവുമായിട്ട് ഇഴകിച്ചേർന്നു പോകുന്ന, നമ്മളൊക്കെ സൂക്ഷിക്കുക. സമൂഹത്തിന്റെ താളത്തിനനുസരിച്ച് നമ്മൾ നിന്നുകൊടുക്കുന്ന അവസ്ഥയും, ആ നിന്ന് കൊടുക്കുന്നതിലൂടെയാണ് രാഷ്ട്രീയപരമായ സാമൂഹികമായ ബന്ധവും വളർച്ചയും സെക്യൂരിറ്റിയും അതിലൂടെയാണ് ഉണ്ടാകുക എന്നുള്ളൊരു ധാരണ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിശാച് സഹോദര നിന്നെയും പിഴപ്പിക്കാൻ തുടങ്ങി എന്നുള്ളൊരു സൂക്ഷ്മതയും കൂടി നമുക്ക് വരണം. അതാണ് നമുക്കുണ്ടാവേണ്ടത്. എന്ന് പറഞ്ഞാൽ തിന്മകൾ ഒരു കാലത്ത് നിങ്ങൾ ആലോചിക്കണം. നേർച്ചക്കും മൂലത്തിനൊക്കെ പോയ ആളുകൾ പലരും പോവാറില്ല. അവർക്ക് മനസ്സിലായി ചാണിന് ചാണായും മുഴത്തിന് മുഴമായും ഈ ശിർക്കന്മാർ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവർക്ക് മനസ്സിലായി. അവിടെ ചെയ്യുന്ന എല്ലാ സാധനവും അവിടെ ചെയ്യുമ്പോൾ കുറെ ആളുകൾക്ക് മനസ്സിലായി, അവരതിനൊന്നും പോകുന്നില്ല. പക്ഷേ പോകാത്ത ആളുകളിൽ ചിലർ ഈ പറഞ്ഞതുപോലെ വീട്ടിന്റെ അകത്തുനിന്ന് മൊയ്തീൻ ശൈഖെ കാക്കണേ, മമ്പർത്തങ്ങളെ രക്ഷിക്കണേ, അല്ലേ? ഇവിടേക്ക് കയറി വരുന്ന വയനാടൻ ഭാഗത്തൂടെ കയറി വരുമ്പോൾ ഒരു പള്ളിയുണ്ട്. അവിടെ ഒരു പൈസ ഇടും. നമ്മൾ എല്ലാ പള്ളിയിലും ഇടില്ല. കാരണം അവിടെ ഉള്ള പൈസ ഇട്ടാൽ അത് അള്ളാഹ്ക്ക് കിട്ടും എന്നായിരിക്കും ചിലരെ വിശ്വാസം. അല്ല പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസമാണെങ്കിൽ ഏത് പള്ളിയിലിടാലോ, അവന്റെ നാട്ടിലെ പള്ളിയിലിട്ടൂടെ? ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈ ചുരത്തിൽ എന്തുണ്ടാകരുത്? ഒരു പിടിച്ചുപറി ഉണ്ടാകരുത്, കാറ് മറിയരുത്, ബ്രേക്ക് ഡൗൺ ആകരുത്, ആന പിടിക്കരുത്, ഒരു പേടി വരും. എന്നിട്ട് അവിടെ ഇട്ടാണ് നമ്മൾ പൈസ. അവിടെ മാത്രമാണ് ദാനധർമ്മം ആപത്തുകളെ തടയുന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുക. വേറൊരു സ്ഥലത്തും എനിക്ക് ബോധ്യപ്പെടൂല. വിശ്വാസം കൊണ്ട് മാറിയ നമ്മളെ പരിശുദ്ധ ഉംറയ്ക്ക് വേണ്ടി നിർവഹിക്കാൻ പോകുന്ന ആളുകൾ, ആ യാത്രാ സംഘം, ഹജ്ജ് സംഘം, ഉംറ സംഘം വാഹനം സ്റ്റാർട്ട് ചെയ്താൽ ആദ്യം പോകുന്നത് എവിടേക്കാ? ആ നാട്ടിലെ ഏറ്റവും പേരുകെട്ട ദർഗയിലേക്ക് ആദ്യം. എന്തിന്? സുരക്ഷിതമായി ആകാശത്തൂടെയുള്ള യാത്രയാണല്ലോ. ആ ഗോവന്റെ മുകളിൽ നിന്നൊക്കെ മേഘത്തു നിന്നൊക്കെ നല്ല കുലുങ്ങും. അതൊന്നും കുലുങ്ങരുത്. അതിനാരെ ഏൽപ്പിക്കണം? നമ്മളെക്കാട്ടും മുമ്പ് നമ്മളത്ര ജീവിക്കാൻ സൗഭാഗ്യം കിട്ടാത്ത, നമ്മളത്ര ഇബാദത്ത് ചെയ്യാത്ത, നമ്മളുടെ അത്ര റമദാൻ കിട്ടാത്ത മനുഷ്യരോട് നമ്മൾ പ്രാർത്ഥിക്കരുത്. അവരൊക്കെ മഹാന്മാരാണ്, ഒരു സംശയമില്ല. അവർ മഹാന്മാരാണ്. ആത്മാർത്ഥമായിട്ട് ഇബാദത്ത് ചെയ്ത് നമ്മളോടൊപ്പം ജീവിച്ചവർ പോലും മഹാന്മാരാണ്. പക്ഷേ പ്രാർത്ഥിക്കാൻ ഒരു ഓപ്ഷൻ അവിടെ വരുന്നില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ശിർക്ക് കയറി വരുന്നത് തടയാനായിരുന്നു ബദരീങ്ങൾ പണിയെടുത്തിരുന്നത്. അവരുടെ ഈമാൻ ഹക്കായ ഈമാനായിരുന്നു. രണ്ടാമതോ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെയാണ് ആ കാലഘട്ടത്തിലെ ഫിറഔനായിരുന്ന അബൂജഹൽ അടക്കമുള്ള 70ഓളം ആളുകളെ കൊല്ലുകയും 70ഓളം ആളുകളെ ബന്ധനസ്ഥരാക്കുകയും യുദ്ധത്തിന്റെ ഒരുപാട് ഗനീമത്ത് ലഭിക്കുകയും ചെയ്ത യുദ്ധം, ആ കൊടുമ്പിരിക്കൊണ്ട യുദ്ധം ചില്ലറ ആളുകളായ നമുക്ക് കയ്യിലേക്ക് വന്നത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ അവരുടെ പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈമാൻ കലർപ്പില്ലാത്ത ഈമാനായിരുന്നു. അതുമാത്രവുമല്ല, അവർ പ്രധാനമായും പ്രാർത്ഥിച്ചത് പടച്ച തമ്പുരാനോട് മാത്രമായിരുന്നു. അതുകൊണ്ടായിരുന്നു അവരുടെ വിജയം. നമ്മളും ഏത് പ്രയാസഘട്ടത്തിലും ഒരു കാരണവശാലും പ്രിയപ്പെട്ടവരെ നമ്മുടെ ദുആ പുറത്തേക്ക് പോകാൻ പാടില്ല. അള്ളാഹു നമ്മെ എല്ലാവരെയും അങ്ങനെ തൗഹീദുള്ളവരായി, തൗഹീദ് കേൾക്കുമ്പോൾ മുജാഹിദായി പോകുന്നത് പേടിക്കണ്ട. അള്ളാഹനെ മാത്രങ്ങൾ ആരാധിക്കുക. എങ്ങനെയാ ഈ മഹത്തരമായ ആദർശം ഉണ്ടാക്കുക? ഒരു മരക്കഷ്ണം എടുത്തിട്ട് ഒരു ആനയെ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും ആനയെ എനിക്കറിയില്ല കുത്തി ഉണ്ടാക്കാൻ. ആനയല്ലാത്ത ഭാഗം കൊണ്ട് കുത്താൻ അവർ പണ്ഡിതൻ പറഞ്ഞു. ആനയല്ലാത്ത ഭാഗമൊക്കെ കുത്തിയാൽ അത് ആനയാവും. തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളയല്ലാത്ത എല്ലാ ആരാധ്യന്മാരെയും നിങ്ങൾ ഒഴിവാക്കി. ആരും ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കണ്ട. ഒരാളെ ആവശ്യമില്ല. ഒരു സംഘടനക്ക് ഇവിടെ ഒരാളെ ആവശ്യമില്ല. നമ്മളുടെ ഖബറിൽ രക്ഷകനായി നല്ല മലക്കുകൾ വന്ന് സ്വർഗപൂങ്കാവനത്തിലേക്കുള്ള പാതയം തീർക്കുന്ന പരവതാനികൾ വീഴ്ച വെളിച്ചം വിതറുന്ന സൗഭാഗ്യക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ എത്തണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷനോൻ അള്ളാഹനെ മാത്രമേ വിളിക്കാവൂ. അങ്ങനെയുള്ള തൗഹീദുള്ളവരാവുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم أما بعد اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. ബദറിൽ പങ്കെടുത്ത അതിൽ വിജയിച്ച ആളുകളുടെ വിജയത്തിന്റെ രണ്ടാമത്തെ കാരണം ഹുബ്ബുദ്ദീൻ വഉൽഹിയതു ഫീ സബീലിഹി ഇലാ ആഖിരി ഖത്മത്തി ദമിൻ.
ദീനിനോടുള്ള അങ്ങേയറ്റത്തെ ഹുബ്ബായിരുന്നു. തന്റെ ശരീരത്തിലെ ഏതവയവങ്ങൾ നഷ്ടപ്പെട്ടാലും ആ തന്റെ ശരീരത്തിലെ ജീവന്റെ അംശം തീരുന്നതുവരെ ഈ ആദർശത്തിൽ ഉറച്ചു നിൽക്കുമെന്നുള്ള അചഞ്ചലമായ വിശ്വാസം. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ച സമയത്ത് മിഖ്ദാദ് പറഞ്ഞു, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തന്റെ കൗമ് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല. മൂസാ നബിയോട് എന്താ പറഞ്ഞത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൗമ് പറഞ്ഞു, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു മൂസ, ഞങ്ങളെ കിട്ടൂല, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്നാ പറഞ്ഞത്. അതുപോലെ ഞങ്ങൾ പറയില്ല എന്ന് കാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളെ കൂടെ ഞങ്ങൾ ഉണ്ടാകും, കട്ടക്കുണ്ടാകും. സഅദ് പറഞ്ഞതുപോലെ കാബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കതല്ല. അദ്ദേഹം പറയണേ, ആ കാണുന്ന സമുദ്രത്തിൽ ചാടി മരിക്കാനാണ് റസൂല് പറഞ്ഞതെങ്കിൽ ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾക്ക് സ്വർഗം ഉണ്ടെങ്കിൽ ഞങ്ങൾ റെഡിയാണ്. നമ്മളെ കൈകളിലുള്ള സ്വത്തുക്കളിലെ ഹറാമായ ഒരു സമ്പാദ്യത്തെ ഒരു ഖുതുബയിലൂടെ വെളിപ്പെടുത്തി തന്നാൽ അതെടുത്ത് കളയാൻ ഓർമ്മയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു സ്ത്രീ വന്നു. ഞാൻ കഴിഞ്ഞ 2 ഖുതുബ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. തന്റെ മകളുടെ കൈകളിലെ വളക്ക് സകാത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ സ്ത്രീ എന്താ ചെയ്തത്? കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഈ പരലോകത്ത് ഈ വളയം പഴുപ്പിച്ചണിയിക്കുന്നത് നിങ്ങൾക്ക് ഭയമില്ലേ എന്ന് റസൂല് ചോദിച്ചപ്പോ എന്താ ചെയ്തെന്നറിയോ? ഓക്കെ, എന്നാ ഞാൻ കൊണ്ടുപോയി തൂക്കിയിട്ട് 2.5% കൊടുക്കാന്നല്ല പറഞ്ഞത്. 2 വളയം ഊരിയിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, എനിക്ക് വേണ്ട, അള്ളാന്റെ മാർഗത്തിൽ ഞാൻ തന്നിരിക്കുന്നു. ഒഴിവായി കളഞ്ഞു. പ്രവാചകൻ ഒരു സഹാബിയുടെ കയ്യിൽ ഒരു സ്വർണ്ണമോതിരം കണ്ടു. പ്രവാചകൻ പറഞ്ഞു, ഇത് പാടില്ല പുരുഷന്മാർക്ക്, ഇത് വളയം അണിയിക്കപ്പെടും, കത്തിച്ചണിയിക്കപ്പെടും. ഊരിയിട്ട് റസൂലുള്ള കളഞ്ഞു. റസൂൽ അങ്ങ് പോയി. ആ സമയത്ത് 2 സഹാബികൾ വന്നിട്ട് പറഞ്ഞു, അത് എടുത്തോളി, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറ്റുമല്ലോ. ഈ സഹാബി എന്താ പറഞ്ഞതോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റൂലെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞത് തൊടാൻ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു. നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ലൂപ്പ് കാണാൻ നിൽക്കുകയാണ്, എന്തെങ്കിലും ഒരു വഴി കിട്ടണം സക്കാത്ത് കൊടുക്കാതിരിക്കാൻ. എനിക്ക് വലിയൊരു പടം പണ്ടത്തെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു, സക്കാത്ത് നിങ്ങൾ കൊടുക്കണ്ടെന്നുള്ള ഉത്തരം കിട്ടും ആളുകൾക്ക്. അതുപോലെ തന്നെ ഏതൊരു കാര്യം നിർവഹിക്കാനും ആളുകൾക്ക് കുറെ തടസ്സങ്ങളാണ്. എന്റെ ബിസിനസിനെ ബാധിക്കും, എന്റെ ഫാമിലിനെ ബാധിക്കും, എന്റെ സ്റ്റാറ്റസ് ഒക്കെ പ്രശ്നമാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഇട്ട് വെച്ചിട്ടാ പോവുക, അല്ലെങ്കിൽ അതുമായിട്ട് പോണമ്മള്. എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ലോകത്ത് ഈമാനികമായ പരിവേഷം ഉണ്ടാക്കാനാണ്. അല്ലാതെ ബദറിൽ പങ്കെടുത്ത ബദരീങ്ങൾ ഒരു തൗഹീദിനും വേണ്ടി മരണപ്പെടുകയും ബാപ്പാന്റെ, ഞാൻ പറഞ്ഞില്ലേ, നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്ത നമ്മൾ വിജയിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അവര് പോരാടിയത് അള്ളാഹനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാനാണ്. എന്നിട്ട് നമ്മളെ സമുദായം ആർക്ക് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി എങ്ങനെയൊക്കെ പോരാടിയോ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുക. ഈ അവസ്ഥയിലേക്ക് ബദരീങ്ങളെ കാക്കണേ. ബദരീങ്ങളുടെ ആണ്ട്, അതിനുവേണ്ടി ചോറും, അതിനുവേണ്ടി ചീരണിയും, അതിനുവേണ്ടി ആൾക്കൂട്ടവും, അതിനുവേണ്ടി കലക്ഷനും. പ്രിയപ്പെട്ട സമൂഹമേ, എന്റെ മഹല്ലിൽ കുറെ കൊല്ലായിട്ട് നടക്കുന്നതാണ്. ഞാനിപ്പോ അതിനെതിരെ നിന്നിട്ട് എന്താ, ഇതെന്തായാലും നടക്കും. ഇതൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട, തിരിച്ചറിഞ്ഞോളി, തിരിച്ചു നടന്നോളി. അള്ളാഹു നമ്മെ എല്ലാവരും കാത്തുരക്ഷിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم إنا نعوذ بك من عذاب جهنم ومن عذاب القبر ومن فتنة المحيا والممات ومن فتنة المسيح الدجال. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجعة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء وذرق الشقاء وسوء القضاء وشماتة الأعداء. اللهم اشف أمراضنا وارحم أمواتنا. اللهم اشف أمراضنا وارحم أمواتنا. اللهم انصرنا الإخوان المسلمين في كل مكان. اللهم احفظ شبابنا من بلاد كيرلا. اللهم احفظ شبابنا من الخمر والميسر والأنصاب والأزلام، رجز من عمل الشيطان. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد.